ഈ ഡ്രസ്സ് ഞാൻ തയ്ച്ചതാണ് കേട്ടോ. ഇതെങ്ങനെ തയ്ക്കാം എന്നുള്ളത് നോക്കാം നമുക്ക്. കാണാൻ നല്ല ഭംഗിയും ഒരു എലഗൻറ്റ് ലുക്കും, എന്നാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുർത്തിയാണിത്. തുണി 4ആയി മടക്കിയിട്ട് നമുക്ക് നിവർത്തി അങ്ങോട്ട് എടുക്കാം. ഞാനിത് 2 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. 40 ഇഞ്ച് വിടുത്തുണ്ട് കേട്ടോ. 2 ഇഞ്ച് എടുത്താൽ ഒരു 41 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടും കേട്ടോ. ഒരു 46 ഇഞ്ചൊക്കെ വേണ്ടവർക്ക് ഒരു 2.25 2.5 ഇഞ്ച് കൊണ്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ മുകളും ഓപ്പൺ ആണ്, താഴെയും ഓപ്പൺ ആണ് കേട്ടോ. ഇത് അങ്ങനെയാണ് നമ്മൾ 4 സൈഡായിട്ട് മടക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കയ്യിൻ്റെ വണ്ണാണ് കണക്കാക്കുന്നത്. കയ്യിൻ്റെ വണ്ണം നമ്മൾ 9 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. 9 ഇഞ്ച്, കാരണം 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെയും 1/2 ഇഞ്ച് താഴോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പായിട്ട് പോകും. ഈ കാണിച്ച ഭാഗത്താണ് കേട്ടോ 9 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ടത്. അതിൽ കൂടുതൽ വേണ്ടവർക്ക് എടുക്കാം, പക്ഷെ അത്രയും തന്നെ ധാരാളമായിരിക്കും. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് നമുക്കൊരു 10 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതായത് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് ഷോൾഡറും കഴിച്ചിട്ട് നമുക്ക് താഴോട്ട്, ആ ഭാഗത്തു നിന്ന് താഴോട്ട് ഒരു 10 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ആ 10 ഇഞ്ചിലോട്ട് ഇങ്ങനെ ഒരു കേവ് വരുന്ന രീതിയിൽ നമ്മൾ വരച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഇത് അടയാളപ്പെടുത്തണം. ചെസ്റ്റിൻ്റെ എത്രയാണോ നമുക്ക് ചെസ്റ്റ് വേണ്ടത് അതിനേക്കാളും ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4 ഭാഗത്തിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആ ഒരു ലെവൽക്ക് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് എലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫിറ്റായിട്ട് നിൽക്കും. അതുകൊണ്ട് കുറച്ച് ലൂസായി കിടന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് അത്രയും ലൂസിൽ തന്നെ നമ്മൾ ആ ഒരു അളവിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കൈയിൻ്റെ അവിടെ ഇട്ട് ഒന്ന് ചരിച്ച് ഒരു ഷേപ്പിൽ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഷേപ്പിൻ്റെ അവിടേക്കും നമ്മൾ ഒന്ന് ചരിച്ച് ഇങ്ങനെ കൊടുത്ത് വരക്കുകയാണ്. ഷേപ്പ് അവിടെ ഒന്നും നമുക്ക് കറക്റ്റ് ഫിറ്റ് വേണ്ട. നമ്മൾ അലാസ്റ്റിക് വെക്കണതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് ഇത് വരക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് താഴോട്ട് എത്രയാണോ വിടുത്തുള്ളത് അത് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് വിരിഞ്ഞ് അങ്ങ് നിൽക്കും നമ്മുടെ ടോപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 14 ഇഞ്ചാണ് മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. ഷേപ്പിനേക്കാളും ഒരു 5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് ആ ഒരു അളവിലൂടെ അങ്ങനെ വരച്ച് പോവുകയാണ് ചെയ്യണത്. എന്നിട്ട് വേഗം തന്നെ നമുക്കത് കട്ട് ചെയ്യാം. ഇനി നെക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വീനെക്കാണ് ഇതിന് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വിടുത്തും താഴോട്ട് ഇങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ 8 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 7 ഇഞ്ചിൽ താഴോട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തിയാൽ മതിയാകും. 3.5 ഇഞ്ചിൽ നിന്ന് 8 ഇഞ്ചിലോട്ട് ഡയറക്റ്റ് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് അപ്പുറത്ത് അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. പിന്നെ പലർക്കും പറ്റുന്നതാണ്, നമ്മൾ വീനക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു തുണിയിൽ വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് 3.5 ഇഞ്ചിൽ കൊടുക്കുന്നത് ചിലപ്പോൾ 3 ഇഞ്ചാവാം, അല്ലെങ്കിൽ 4 ഇഞ്ചാവാം. അങ്ങനെ ഒരു കണക്കില്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രമുണ്ട്. ആ സൂത്രം എന്താണെന്നുള്ളത് കാണിക്കാം. ഇതുപോലെ ഒന്ന് വരച്ചാൽ മതി. മുകളിൽ നിന്ന് നമ്മൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ കേട്ടോ, ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്യാതെ ഈ 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു തുണിയിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു കഴുത്ത് വിടർന്ന് പോവാതിരിക്കാൻ അത് സഹായിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒരു തുണിയിലൊന്ന് വെച്ച് പിടിപ്പിക്കാം. എന്നിട്ടത് തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡ് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നമുക്ക് മൊട്ട് സൂചി വെച്ചിട്ട് വെക്കാം, അതല്ലെങ്കിൽ തേച്ചിട്ട് ഇസ്തിരി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ഉറപ്പിച്ചെടുക്കാം കേട്ടോ. ഇസ്തിരി ഇടുന്നതായിരിക്കും ഒന്നും കൂടെ നീറ്റിൽ കിട്ടുന്നത്.
ക്യാൻവാസ് വെക്കുമ്പോൾ അതിൻ്റെ മിനുസമുള്ള ഭാഗം, ആ ഒരു തിളക്കമുള്ള ഒരു ഭാഗം ഉണ്ടാവും, അതാണ് തുണിമ വെച്ചിട്ട് ഇസ്തിരി ഇടേണ്ടത്. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് നമുക്ക് ഇനി അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്നും 3.5 ഇഞ്ച് എടുത്തിട്ട് താഴോട്ട് 2 ഇഞ്ച് ലെങ്ത്തിലും എടുത്തിട്ട് നമുക്കൊരു റൗണ്ടിലൊരു നെക്ക് കൊടുക്കാം. ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ക്രോസ് പീസ് കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് തെല്ല് അടിച്ചു കൊടുക്കുക. ബാക്ക് ഭാഗത്തിലെ നെക്ക് ക്രോസ് പീസ് വെച്ച് തയ്ച്ചു കൊടുക്കുക. 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ക്രോസ് പീസ് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. തയ്ക്കുമ്പോൾ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അരിക് ഒന്ന് ചെറുതായിട്ട് ടക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പോവുക. ഫ്രണ്ട് ഭാഗം നെക്ക് നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് 3.5 ഇഞ്ച് ഇങ്ങോട്ടും 3.5 ഇഞ്ച് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ അടിച്ചു വെച്ച നെക്ക് അതിന്മേ വെച്ചിട്ട് കറക്റ്റ് പിൻ ചെയ്ത് വിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് വെച്ചിട്ട് അളന്നിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കും ഫ്രണ്ടും കൂടെ നമുക്ക് യോജിപ്പിക്കാം. അതിനായിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നെക്കിൻ്റെയും നല്ല വശം, നല്ല വശം കൂടി ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി അത് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിന് കൈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടോപ്പാണിത്. അപ്പോൾ ഇനി അത് നമുക്കതങ്ങനെ തയ്ച്ചു കൊടുത്തതിന് ശേഷം 2 സ്റ്റിച്ച് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, കയ്യിൻ്റെ ഭാഗം മടക്കി തയ്ക്കുക. നമുക്ക് കയ്യിൻ്റെ അഗ്രഭാഗം വരുന്നത് മടക്കി തയ്ക്കുക. ഞാനിവിടെ ജസ്റ്റ് മടക്കി തയ്ച്ചിട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇരിക്കും. ഇപ്പോൾ അവർക്ക് അലാസ്റ്റിക് വേണ്ട, കസ്റ്റമറിന് അലാസ്റ്റിക് വേണ്ട എന്നുള്ളിടത്തോടെ ഉള്ളതുകൊണ്ട് ഞാൻ അലാസ്റ്റിക് കൊടുക്കാതെ മടക്കി തയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് നെക്കിൻ്റെ അവിടെ പതിച്ചടിക്കണം കേട്ടോ. അത് ഞാനിതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതാണിപ്പോൾ ചെയ്യണത്. അത് പതിച്ചടിച്ചിട്ട് വേണം നമ്മൾ കൈ അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് കൈയിൻ്റെ അവിടെ ഞാൻ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും കൊടുക്കുക. ഇനി 8 ഇഞ്ച് കൊടുത്തിട്ട് പിന്നെ അലാസ്റ്റിക് കൊടുക്കണമെങ്കിൽ നമ്മൾ മടക്കി അടിക്കുന്നതിന് പകരം അലാസ്റ്റിക് കൊടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്. ഇനി അത് കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അങ്ങനെ പോയാൽ മതി. അലാസ്റ്റിക് വെച്ചത് കൊണ്ട് തന്നെ അലാസ്റ്റിക് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഷേപ്പിൻ്റെ അവിടെ കറക്റ്റായിട്ടിരിക്കും. അത് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അലാസ്റ്റിക് വെക്കണം. അലാസ്റ്റിക് വെക്കുന്നത് ഷേപ്പിൻ്റെ സ്ഥലത്താണ് നമുക്ക് അലാസ്റ്റിക് വെക്കേണ്ടത്. അപ്പോഴാണ് നല്ല വൃത്തിയിൽ നല്ല നീറ്റിൽ നല്ല ഭംഗിയിൽ കിട്ടുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് 13.5 ഇഞ്ച്, അപ്പോൾ നിങ്ങളുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ എനിക്ക് 13.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 13.5 ഇഞ്ച് ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെ ആദ്യം തന്നെ വരച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് 2 സൈഡിലും വരച്ചു കൊടുത്തതിന് ശേഷം അലാസ്റ്റിക് അവിടെ അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. അതുപോലെ 1/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചിൻ്റെയോ 1 ഇഞ്ചിൻ്റെയോ അലാസ്റ്റിക് എടുക്കാം. പക്ഷേ 1/2 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ 2 സ്റ്റിച്ച് വരും. 1 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ 3 or 4 സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. അലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ജോലി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.